അടുത്ത എക്സ്പെരിമെൻറ്റ് ബ്ലോക്ക് ട്രാൻസ്ഫറാണ്. അതായത് കുറച്ച് ഡാറ്റാസ് ഒരു എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിൽ തന്നിട്ടുണ്ടാവും. ആ എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റാസ് മറ്റൊരു എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണിത്. സോഴ്സ് ലൊക്കേഷനും ഡെസ്റ്റിനേഷൻ ലൊക്കേഷനും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4501 എച്ച് തുടങ്ങി 45 0 വരെ, അതായത് ആ ലൊക്കേഷനിലാണ് ഡാറ്റാസ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. അത് മാറ്റേണ്ടത് 4601 എച്ച് തുടങ്ങി 46 0 വരെയാണ്. 10 നമ്പേഴ്സാണ് അതിനകത്ത് നമുക്ക് മാറ്റാനുള്ളത്. ഇപ്പോൾ മെമ്മറി ലൊക്കേഷൻസ് 2 എണ്ണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ എക്സ്റ്റേണൽ മെമ്മറിയാണ്. എക്സ്റ്റേണൽ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മൈക്രോ കൺട്രോളർ കൂടെ നമ്മൾ സാധാരണ മെമ്മറി കാർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യില്ലേ, ഫോണിൽ ഇൻസർട്ട് ചെയ്യില്ലേ എന്ന് പറഞ്ഞോണം. ഈ ഒരു എക്സ്ട്രാ മെമ്മറി ചിപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻസർട്ട് ചെയ്യാൻ പറ്റും. അതായത് അതായിട്ട് ഇൻ്റർഫേസ് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്റ്റേണൽ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മെമ്മറി ഉണ്ട് ഈ മൈക്രോ കൺട്രോളറിന്, പക്ഷെ അതല്ല എക്സ്റ്റേണൽ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. വേറൊരു മെമ്മറി ഐ സി ഉണ്ടാവും, ആ മെമ്മറി ഐ സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിൽ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യണത് എന്ന് പറയുന്നത് 4501 എച്ച് തുടങ്ങി 10 നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 8-bit നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ AZ78 FE BD 28, പിന്നെ കുറച്ച് നമ്പേഴ്സ് BE DA EB, കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വിചാരിക്കാം. അങ്ങനെ 1 2 3 4 5 6 7 8 ഈ 2 നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്യാം. 02 FF ഇത്ര നമ്പേഴ്സാണ് വിചാരിക്കുക. അത് 4502 4503 4504 4505 4506 07 08 09 പിന്നെ 0A, ആ നമ്പേഴ്സ് വരെയാണ്. ഈ നമ്പേഴ്സ് നമ്മൾ വേറെ ലൊക്കേഷനിലേക്ക് മാറ്റണം. അതിങ്ങനെ വേറെ ലൊക്കേഷൻ ഇവിടെ ഉണ്ട്. ഈ മെമ്മറിയുടെ ഒപ്പം തന്നെയാണ്, ഈ മെമ്മറി ചിപ്പിൽ തന്നെ ഉണ്ടാവും. ഇതിങ്ങനെ കൂടി പോകുമല്ലോ, എന്നിട്ട് ലാസ്റ്റ് ഇവിടേക്ക് എത്തും. അതായത് ഇത് നമ്പർ എന്ന് പറയുന്നത് 4601 തുടങ്ങിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് മാറ്റണം. 4501 സംഭവം ഇതിനകത്തേക്ക് മാറ്റണം. അപ്പോൾ ഇവിടേക്ക് AC വരണം. അതുപോലെ 78 ഇവിടേക്ക് വരണം. FE ഇങ്ങനെ വരണം. BD ഇങ്ങനെ വരണം. അങ്ങനെ ഇത് പോയി 4607 FF വരണം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത നമ്പേഴ്സാണ്, അങ്ങനെ തന്നെ കോപ്പി ചെയ്യണം. ബ്ലോക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ എക്സ്റ്റേണൽ മെമ്മറിയിലുള്ള കണ്ടൻസ് നേരത്തെ എഴുതിയില്ലേ 10 എണ്ണം ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് മാറ്റും. ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു 50H തുടങ്ങി അങ്ങനെ നമ്മൾ 10 നമ്പേഴ്സ് മാറ്റും. 51 52 53 54 56 57 58 59 5A ഈ നമ്പേഴ്സിലേക്ക് ആദ്യം മാറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് പിന്നെയാണ് ഈ 4601 എന്നുള്ള ലൊക്കേഷനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ആദ്യം 4501 നിന്ന് ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റേണൽ മെമ്മറി, ഇത് എക്സ്റ്റേണൽ മെമ്മറി തന്നെ കേട്ടോ. ഇത് എക്സ്റ്റേണൽ മെമ്മറി, ഇത് എക്സ്റ്റേണൽ മെമ്മറി, ഇത് ഇൻറ്റേർണൽ മെമ്മറി. അപ്പോൾ ഇങ്ങനെ മാറ്റിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. ഇതിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സാണിത്. ഇത് നമ്മൾ യൂസ് ചെയ്യണ 000H എഴുതിയത് കേട്ടോ. പിന്നെ ഈ 4501 തുടങ്ങി 10 ലൊക്കേഷനാണ് നമ്മൾ ഓൾറെഡി ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. 45 വരെ ഇങ്ങനെ 10 ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 10 എണ്ണം. ഇതിൽ ഉള്ള ഒരു നമ്പർ AB എന്നുള്ള നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ DPTR, അതായത് ഡാറ്റ പോയിൻ്റർ, ഈ അഡ്രസ്സ്, ഈ പോയിൻ്റർ 4501 4501 DPTRലേക്ക് മാറ്റും. അപ്പോൾ ഈ DPTR 4501 എന്ന അഡ്രസ്സാണ്. അഡ്രസ്സ് പോയിൻ്റ് ചെയ്യും. നമ്മളിതിൽ നമ്പറാണ് മൂവ് DPTR 4501 എന്ന് പറഞ്ഞാൽ ഇത് നമ്പറാണ് നമ്മൾ മൂവ് ചെയ്യണത്. DPTRൽ എത്തിക്കഴിയുമ്പോൾ അത് അഡ്രസ്സായി മാറും. അപ്പോൾ ഈ DPTR അഡ്രസ്സ് പോയിൻ്റ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് R0 എന്ന് പറഞ്ഞ വേറെ രജിസ്റ്റർ ഉണ്ട്. നമ്മൾ മറ്റേ രജിസ്റ്റർ ബാങ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അതിൽ R0, R1, R2 അങ്ങനെ R7 വരെ 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് 8 ബിറ്റാണ്. 8 ബിറ്റ് ഇതിനകത്ത് കൊള്ളാൻ പറ്റും. അപ്പോൾ ഈ R0ലേക്ക് 50 അത് തന്നെ മൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് R6 എന്നൊരു രജിസ്റ്റർ ഉണ്ട്. അതിലേക്ക് 0A എന്ന് പറയുന്നത് 10 നമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. 0A എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ, A എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇതൊരു കൗണ്ടറിന് വേണ്ടിയിട്ടാണ്. ഇത് എത്ര നമ്പർ ട്രാൻസ്ഫർ ആയെന്നൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് R6ലേക്ക് മാറ്റും. അതാണ് ഇവിടെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു ലൂപ്പ് തുടങ്ങാണ്, ബാക്ക് 1 എന്ന് പറഞ്ഞൊരു ലൂപ്പ് തുടങ്ങാണ്. അപ്പോൾ ഇതിൽ DPTR ഉണ്ട്. DPTRൽ ഇപ്പോൾ 4501 4501 ഈ നമ്പറാണ് കിടക്കുന്നത്. DPTRൽ ഓൾറെഡി ഇവിടെ കയറ്റി, ഇവിടെ വെച്ച് 4501 നമ്മൾ കയറ്റി. ആ നമ്പർ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ DPTRലുള്ള സംഭവം അക്യുമുലേറ്ററിലേക്ക് മാറും. അക്യുമുലേറ്റർ രജിസ്റ്റർ, അതായത് രജിസ്റ്റർ A, അതിനകത്തേക്ക് AB വരും. AB വരാണ്, അതായത് ആദ്യത്തെ നമ്പർ. പിന്നെ വേറെ നമ്പർ, അങ്ങനെ 10 നമ്പേഴ്സ് ഉണ്ടാവും. AB വരാണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിക്കണേ. R0 ആണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയും. മൂവ് R0, A എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറയാം. ഈ എയിലുള്ളത്, ഇപ്പോൾ എയിലുള്ള ഒരു AB ആണെന്ന് വിചാരിക്കുക. എയിൽ AB ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ AB ആണ് കിടക്കുന്നത്. എയിൽ അത് R0 രജിസ്റ്ററിലേക്ക് മാറും. ഈ R0 രജിസ്റ്ററിലേക്ക് അപ്പോൾ AB വരും. ഇവിടെ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ അല്ല. മൂവ് @AB @R0, AB ആണ്, A ആണ്. അപ്പോൾ R0 എന്ന് പറയുന്നത് @R0 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സാണ്. അതായത് R0യിൽ ഒരു നമ്പർ ഉണ്ടാവും, അത് അഡ്രസ്സായിട്ട് എടുക്കണം. R0 രജിസ്റ്ററിൽ ഒരു നമ്പർ നമ്മളുണ്ടാവും, എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അഡ്രസ്സായിട്ട് എടുക്കണം. ഇപ്പോൾ ഇതിൽ ഓൾറെഡി R0 നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. R0 എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ടുണ്ട്. ഈ 50 എന്നുള്ള സംഭവം ഇതിനകത്ത് അഡ്രസ്സായിട്ട് എടുക്കും. എന്നിട്ട് ആ അഡ്രസ്സിലേക്ക് അക്യുമുലേറ്ററുള്ള സംഭവം മാറ്റി വയ്ക്കും. ഇപ്പോൾ ഇൻറ്റേർണൽ മെമ്മറിയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇൻറ്റേർണൽ മെമ്മറിയിൽ 50 ഉണ്ട്, 50, 51. ഇപ്പോൾ ഈ 50 എന്നുള്ളത് ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് റീഡ് ചെയ്യും. 50 എന്നുള്ള ഇൻറ്റേർണൽ മെമ്മറിയാണ്. അപ്പോൾ ഈ അക്യുമുലേറ്ററുള്ള കണ്ടൻറ്റ് 50ലേക്ക് മാറ്റും. അപ്പോൾ 50ലാണ് AB പോയി കിടക്കുക. R0 എന്ന് രജിസ്റ്ററിലേക്കല്ല. ഇതിന് രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്നും പറയും. അതായത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്നൊക്കെ പറയും. രജിസ്റ്ററിൽ ഒരു നമ്പർ കൊടുത്തിട്ട് അത് അഡ്രസ്സായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഈ കൊടുത്തില്ലെങ്കിൽ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് നേരെ R0 രജിസ്റ്ററിലേക്ക് പോകും. ABനകത്ത് പോയി കൊടുക്കും. കൊടുത്താൽ അതിലൊരു അഡ്രസ്സ് ഉണ്ടാവും, ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിനെ അഡ്രസ്സാക്കി മാറ്റിയിട്ട് ആ അഡ്രസ്സിലേക്കാണ് അക്യുമുലേറ്ററുള്ള കണ്ടൻറ്റ് മാറ്റുക. അങ്ങനെ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് DPTR ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, 4501 4502 4502 വരും. ഈ 4502 CD എന്ന് പറഞ്ഞ നമ്പറാണെന്ന് വിചാരിക്കുക. ഈ CD 4502 ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ, CD ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അഡ്രസ്സ് ഡാറ്റ പോയിൻ്റർ 4502 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് ഇൻക്രിമെൻറ്റ് R0 ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറയും. R0 നിലവിൽ R0 രജിസ്റ്ററിൻ്റെ ഉള്ളിൽ 50 ആയിരുന്നു, അത് 51 ആവും. R0 രജിസ്റ്ററിൻ്റെ ഉള്ളിൽ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ 51 ആവും. പിന്നെ ജമ്പ് നോൺ സീറോ ഡിക്രീസ് ചെയ്യും. ഒന്ന് ഡിക്രീസ് ചെയ്യുക, നോൺ സീറോ ആവണ വരെ ജമ്പ് ചെയ്യുക, അല്ല 0 ആവണ വരെ ജമ്പ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് JNZ നോൺ സീറോ ആയിരിക്കുന്ന സമയത്തൊക്കെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇതിനകത്ത് ഏത് 0 ആവണ കാര്യം, R6 എന്ന രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് 0 ആവണ വരെ ഇത് ജമ്പ് ചെയ്യണം. എങ്ങോട്ട് ചെയ്യണം? ബാക്കിലേക്ക് ജമ്പ് ചെയ്യണം. ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യണം. അതായത് ഇതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, R0ൽ നമ്മൾ R6ൽ 0A കൊടുത്തിട്ടുണ്ട്. R6ൽ 0A എന്ന നമ്പറുണ്ട്, അത് 10 നമ്പറുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഈ നമ്പർ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് കുറയ്ക്കും. അപ്പോൾ 09 ആവും. അപ്പോൾ എന്നിട്ട് ചെക്ക് ചെയ്യും 0 ആയോ നോക്കും. R6 0 ആണോ നോക്കും. അപ്പോൾ 0 അല്ല. അപ്പോൾ അത് പിന്നെ ബാക്കിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ഈ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ DPTRൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4102 ആയി കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് 4102, അത് അക്യുമുലേറ്ററിലേക്ക് മാറും.
അത് കഴിഞ്ഞിട്ട് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് അറ്റ് R0 എന്നുള്ള രജിസ്റ്ററിലെ കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിക്രീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ, ആ ഡിക്രീസ് ചെയ്ത് 49 അല്ല ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ 51 ഇൻക്രീസാണ് ചെയ്തത് കേട്ടോ, സോറി, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 51 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് CD മാറ്റും. പിന്നെ ഒന്നുകൂടി നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും, DPTR ഇൻക്രിമെൻറ്റ് ചെയ്യും, 41.03 ഇൻക്രിമെൻറ്റ് ചെയ്യും. അവിടെ നമ്പർ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ 27 എന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ ഹെക്സാഡെസിമൽ നമ്പർ കേട്ടോ, ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ നമ്പേഴ്സൊക്കെ നമ്മൾ കൊടുക്കണം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് ഈ നമ്പേഴ്സ് എക്സ്റ്റേണൽ മെമ്മറിയിലെ നമ്പേഴ്സ് ഓരോന്ന് എടുക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ R0 ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ 51 എന്നുള്ളത് R0യിൽ ഇപ്പോൾ 51 ഇടുന്നിരുന്നത്, 51 ഇടുന്നിരുന്നത് നേരെ 52 മാറും. DPTR 41.03 എത്തി നിൽക്കുകയാണ്. ഇപ്പം ഇങ്ങനെ 2 സംഖ്യയിലാണ് നിൽക്കുന്നത്. പിന്നെയും ഡിക്രിമെൻ്റ് ചെയ്യും, ഏത് R6 08 ആവും. ഡിക്രിമെൻ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും 0 ആയോ, R6ൻ്റെ ഉള്ളിലുള്ള നമ്പർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 അല്ല, 08 ആണ്. 0 ആവണ വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 0 അല്ലാത്തതുകൊണ്ട് ഈ ബാക്കിലേക്ക് പിന്നെയും പോകും. എന്നിട്ട് അടുത്ത നമ്പർ DPTR എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണല്ലോ നമ്മുടെ 41.03 ഇപ്പോൾ 27 ആണ്. 27 അക്യുമുലേറ്ററിലേക്ക് മാറ്റും. അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് R0 പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, അത് 53 അതിനകത്തേക്ക് മാറും. അങ്ങനെ എന്ത് സംഭവിക്കും, ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് ഈ 10 നമ്പറും ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് ആദ്യം മാറ്റും. അതായത് 50, 51, 52, 53 അങ്ങനെ 5A വരെ ഇത് ഈ ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് ഫുള്ള് മാറ്റും. അതായത് എക്സ്റ്റേണൽ മെമ്മറിയിലുള്ള ആദ്യത്തെ സംഭവം നമ്മൾ കൊടുത്തിരുന്നത് ഫുള്ള് ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് മാറ്റും. ഇപ്പോൾ ABCD 27 ഇങ്ങനെ 3 നമ്പർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ആ നമ്പറും അങ്ങനെ എല്ലാ നമ്പറും ഇതേ പ്രോസസ്സ് തന്നെ നടക്കും. ഏതൊരു പ്രോസസ്സ് നടക്കും, ഈ ഡിക്രീസ് DJNZ ഉണ്ടല്ലോ, അപ്പോൾ ഇത് 0 ആവണ വരെ, 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകില്ല, പിന്നെ പോണത് താഴേക്കാണ് പോവുക. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പിന്നെയും നമ്മുടെ R6 രജിസ്റ്റർ 0 ആക്കും. നമ്മളൊന്നുകൂടി വേറെ ഇതിൽ നിന്ന് ഇനി ചെയ്യാൻ പോകണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമ്മൾ മറ്റേ ഇതിനകത്തേക്ക് മാറ്റാൻ പോകണം, ഏതിൽ 46.01 മാറ്റാൻ പോകണം, എക്സ്റ്റേണൽ വേറെ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് മുകളിൽ ചെയ്തോളം തന്നെയാണിത്. 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കും. അത് കഴിഞ്ഞ് ഈ R0 15 ആക്കും. പിന്നെ 46 DPTR പോയിൻ്റ് 46.01 മാറ്റും. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ബാക്ക് ടു വരും. ബാക്ക് ടു എന്ന് പറഞ്ഞാൽ അത് അറ്റ് R0 എന്ന് പറഞ്ഞാൽ R0 എന്ന് പറഞ്ഞ അഡ്രസ്സ് നമ്പർ ഉണ്ടല്ലോ അതിൻ്റെ അറ്റ്, അതായത് നമ്മൾ DPTR എന്ന് പറയണം തന്നെ ഇൻറ്റേർണൽ മെമ്മറി ലൊക്കേഷൻ അറ്റ് R0. അപ്പോൾ അത് 50 ആണ്. 50 എന്ന് പറഞ്ഞ അഡ്രസ്സിലുള്ള സംഭവമാണ് AB എവിടേക്ക് മാറ്റണം, അക്യുമുലേറ്ററിലേക്ക് മാറ്റാം മതി AB. അപ്പോൾ അക്യുമുലേറ്ററിൽ എന്ത് വരും, AB വരും. അക്യുമുലേറ്റർ രജിസ്റ്റർ അക്യുമുലേറ്റർ ACC എന്നോ അക്യുമുലേറ്ററിനോ എന്നൊക്കെ പറയാം. അക്യുമുലേറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ട് അറ്റ് DPTRലെ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ നമ്മൾ 4601 ആ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് 4601 മാറ്റും. 4601 എന്ന് വിചാരിക്കുക. അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ഇത് അക്യുമുലേറ്റർ ഇവിടേക്ക് മാറും, AB ഇവിടേക്ക് മാറും. പിന്നെ ഇൻക്രിമെൻ്റ് DPTR ഇപ്പോൾ 4602 മാറും. DPTR ഇൻക്രിമെൻ്റ് R0 രജിസ്റ്റർ 51 അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് 51. പിന്നെ ഇതുപോലെ തന്നെ ഡിക്രീസ് ചെയ്തിട്ട് ജമ്പ് ഇഫ് നോൺ 0 അല്ലെങ്കിൽ ജമ്പ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യണം ആദ്യം. അപ്പോൾ ആദ്യം തന്നെ ഏത് R6 രജിസ്റ്ററാണ്, R6 രജിസ്റ്റർ ഒന്ന് കുറയ്ക്കും. ഇപ്പോൾ 6ൽ 0A വരെയാണല്ലോ കൊടുത്തത്. അപ്പോൾ R6ൽ നിന്ന് 0 നിന്ന് കുറയ്ക്കുമ്പോൾ 09 ആവും. 09 അങ്ങനെ ഇതും 10 തവണ റൺ ചെയ്യും. ഈ R6ലെ കൗണ്ട് 0 ആവണ വരെ റൺ ചെയ്യും.
അപ്പോൾ ഈ പ്രോസസ്സ് തന്നെ നടക്കും. അതായത് ഇൻറ്റേർണൽ മെമ്മറിയിലുള്ള കാര്യങ്ങൾ ഈ 4602 അങ്ങനെ 4646.0 വരെ മാറും. അത് കഴിഞ്ഞിട്ട് ഇത് R6 0 ആയി കഴിയുമ്പോൾ ഇത് എക്സിറ്റ് ആവും, ഇൻഫിനിറ്റി ലൂപ്പിൽ വരും, പ്രോഗ്രാം ഇവിടെ halt ആവും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യണത്. ഇതിലിപ്പോൾ ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് മാറിയിട്ടാണ് പിന്നെയും ആദ്യം തന്നെ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് എടുക്കും, അത് കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് വയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് വീണ്ടും വേറൊരു ലൊക്കേഷൻ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് വയ്ക്കും. ഇത് ശരിക്കും ഡയറക്റ്റ് ചെയ്യാവുന്ന ഒന്നാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു എക്സ്റ്റേണലിൽ നിന്ന് മറ്റൊരു എക്സ്റ്റേണലിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഇത് ഒരു ഇൻറ്റേർണൽ മെമ്മറിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത പ്രോഗ്രാം ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സെയിം പ്രോഗ്രാം തന്നെയാണ്. ഇത് നമ്മുടെ KL മൈക്രോ വിഷനിലേക്ക് മാറ്റിയേക്കാണ്. പ്രോഗ്രാം സെയിം പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, അതിനുശേഷം ഡീബഗ്. ഡീബഗ് ചെയ്യുമ്പോൾ നമ്മൾ മെമ്മറി ലൊക്കേഷൻസ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് 4501H. അതാണ്, ഇതിലാണ് നമ്മൾ ഡാറ്റാസ് ആദ്യം തന്നെ കൊടുക്കേണ്ടത്. ഇത് നമുക്ക് അവിടെ നിന്നാണ് ഈ 4601ലേക്കാണ് ഡാറ്റാസ് വരിക. അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, അതായത് ഇതിൻ്റെ റാം 50H തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം. ഇതിൽ 10 നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 FF വരെയാണ് കേട്ടോ വരാൻ പോണത്. 11 എന്നുള്ള നമ്പർ വരാൻ സാധ്യതയില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഫുള്ളൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫുള്ള് റൺ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ മെമ്മറി ലൊക്കേഷൻസിൽ വരാൻ നോക്കാം. ഫുള്ള് റൺ ചെയ്ത് കഴിയുമ്പോൾ മെമ്മറി 2ൽ എല്ലാം മാറിയിട്ടുണ്ട്. അവിടുന്ന് FF വരെ വന്നു, AB തുടങ്ങി FF വരെ വന്നു. 11 വന്നില്ല, അത് 11ാമത്തെ നമ്പറാണ്. 11ാമത്തെ നമ്പർ വരെ നമ്മൾ കൊടുത്തിട്ടില്ല. അതുപോലെ ഇൻറ്റേർണൽ മെമ്മറിയിലും ഇതുപോലെ വന്നു. ഇനി നമുക്കിത് ഓരോ മെമ്മറി ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം. സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ അതിന് തന്നെ റീസെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പാണ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞതുണ്ട് ഡീബഗിൽ. അതിലിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇൻറ്റേർണൽ മെമ്മറിയിലേക്കാണ് ആദ്യം മാറുന്നത്. അപ്പോൾ ആദ്യം ഇതിവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മാറണമെന്ന് അറിയാൻ പറ്റില്ല. ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം 0 ആക്കി ഒന്നുകൂടി കൊടുക്കുക. അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ചെയ്യണ്ട, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി റീസെറ്റ് ചെയ്യുന്നോടി, എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം. സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും, മാറ്റങ്ങൾ കാണാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പിൽ DPTR വന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ R0 50 എന്ന് കൊടുത്തു, തേർഡ് സ്റ്റെപ്പിൽ R6 0 എന്ന് കൊടുത്തു, ഫോർത്തിൽ അക്യുമുലേറ്ററിലേക്ക് AB വന്നു. ആ AB ഈ ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് വന്നു, 50ലേക്ക് വന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ്, പിന്നെ അടുത്തത് DPTR ഒന്ന് ഇൻക്രീസ് ചെയ്തു, R0 ഒന്ന് ഇൻക്രീസ് ചെയ്തു, R6 ഒരെണ്ണം കുറഞ്ഞു, CF Aയിലേക്ക് വന്നു, CF മെമ്മറിയിലേക്ക് വന്നു. പിന്നെയും DPTR ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു, R0 52 ആയി ഇൻക്രിമെൻ്റ് ചെയ്ത്, R6 ഒരെണ്ണം കുറഞ്ഞു, അക്യുമുലേറ്ററിലേക്ക് 23 വന്നു. ഞാൻ 23 നമ്മുടെ റാമിലേക്ക് ഇൻബിൽറ്റ് മെമ്മറിയിലേക്ക് വരും, 53ലേക്ക് വരും. നോക്കിക്കോട്ടോ, 53ൽ വന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ എവിടെ വരെ നടക്കും? FF ആവണ വരെ നടക്കും. FF ആവണ വരെ നടന്നു.
ഇനി വരണത് അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവട്ടോ. ഇനി അപ്പോൾ ആദ്യത്തെ ലൂപ്പ് ഉണ്ടല്ലോ, അതായത് R6 സീറോ ആയിട്ടുണ്ടാവും. R6 എന്ന് പറഞ്ഞാൽ വാല്യൂ ഇപ്പോൾ 1 ആയി. ഇനി 0 ആവട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ, 0 ആയി ഉണ്ടോ, R6 0 ആയി. ഇനി നമുക്കിത് എക്സ്റ്റേണൽ മെമ്മറി 4601H ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എല്ലാം ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ R0 പിന്നെ ഒന്നുകൂടി അടുത്ത ലൂപ്പിലേക്ക് കിടക്കാൻ കേട്ടോ. അത് അടുത്ത ലൂപ്പിലേക്ക് കടന്നു. DPTR 4601ലേക്ക് പോയിൻ്റ് ചെയ്തു. DPTR അതായത് അക്യുമുലേറ്റർ AB വന്നു. DPTR ഇൻക്രിമെൻ്റ് ചെയ്തു. പിന്നെ R0 ഇൻക്രിമെൻ്റ് ചെയ്തു. R6 09 ആയി. AB വന്നു. ആദ്യത്തെ നമ്പർ വന്നു. അങ്ങനെ എല്ലാ നമ്പറും എക്സ്റ്റേണൽ മെമ്മറി വേറെ ലൊക്കേഷനിലേക്ക് മാറും. ഇത്രേ ഉള്ളൂ പ്രോഗ്രാം. അപ്പോൾ എല്ലാ നമ്പറും വന്നു, 10 നമ്പറും വേറെ ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ ഈ മെമ്മറിയിലും ഉണ്ടാവും, എല്ലാത്തിലും ഇതുണ്ടാവും കേട്ടോ. അതിൻ്റെ കോപ്പിയാണ് മാറുക. എല്ലാ മെമ്മറി ലൊക്കേഷനിലും സെയിം നമ്പേഴ്സിൻ്റെ കോപ്പികളുണ്ടാവും. പിന്നെ നമ്മളെല്ലാം ക്ലിയർ ചെയ്യാനുള്ളൊരു കമാൻഡ് കൊടുത്താൽ എല്ലാം ക്ലിയർ ആവും.